എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം എക്സ്പ്രസ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് കടന്നു വരികയാണ്. മെയിൻലി ഫയർഫോഴ്സ് എക്സാമിനും അതുപോലെ തന്നെ വരുന്ന CPO എക്സാമിന് വേണ്ടിയിട്ടുമുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലാണ് നിങ്ങളെന്ന് നമുക്കറിയാം. അതിനെ സഹായകരമാകുന്ന കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നത്തെ ക്ലാസ്സിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എങ്കിൽ ഇന്ന് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് കേരള ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2025 എക്സാമിൽ നടന്ന ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മെയിൻലി നോക്കുന്നത്. മാക്സിമം ആ ക്വസ്റ്റ്യൻസിന്റെ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മേഖല പക്ക കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഓരോ മേഖലകളിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എളുപ്പം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. സോ കുറ്റിയാടി കോഴിക്കോട് ജില്ലയിലാണ്, ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലാണ്, ഷോളയാർ തൃശ്ശൂരാണ്, കല്ലട കൊല്ലമാണ്. 28/4/2025 നടന്ന ഒരു എക്സാമാണ്. 49/2024 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറുമായി റിലേറ്റ് ചെയ്ത് നടന്ന ഒരു എക്സാമാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികളെല്ലാം എവിടെ തന്നെയാണ്. കുറ്റിയാടി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ശബരിഗിരി ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലാണ്. ഷോളയാർ തൃശ്ശൂരാണ്. കല്ലട കൊല്ലം ജില്ലയിലുമാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജലവൈദ്യുത പദ്ധതികളുമായിട്ടും അതുപോലെ തന്നെ ജലസേചന പദ്ധതികളുമായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പദ്ധതികളെ കുറിച്ചും നമുക്കൊന്ന് ഇവിടെ മനസ്സിലാക്കാം. എല്ലാവരും ഡാമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി കേട്ടിട്ടുള്ളവരാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡാമുകൾ കെട്ടാറുള്ളതെന്ന് ചോദിച്ചാൽ വെള്ളത്തെ അണകെട്ടി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മളവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന് ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയിട്ടും മറ്റൊന്ന് ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇറിഗേഷൻ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടും. ജലസേചന പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ കാണപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ കാണപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. സോ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുമാണ്. സോ ഇതാണ് പ്രധാനമായിട്ടും ജലസേചന പദ്ധതികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലാണ് ഈ പദ്ധതികളെല്ലാം ഉൾപ്പെടുന്നത്. എങ്കിൽ അവിടെ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. നിലവിൽ കേരളത്തിലെ ജലസേചന വകുപ്പിന്റെ മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിനാണ് കേരളത്തിലെ നിലവിലെ ജലസേചന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ഓർത്തു വച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കൃഷിക്കോ കുടിവെള്ള ആവശ്യത്തിന് ജലം അണകെട്ടി നിർത്തി വിതരണം ചെയ്യപ്പെടുന്ന പദ്ധതികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജലസേചന പദ്ധതികൾ എന്ന് വിളിക്കുന്നത്. മറന്നു പോകരുത്. സോ എന്താണ് ജലസേചന പദ്ധതി എന്ന് മനസ്സിലായി. എവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ഏത് നദിയിലാണുള്ളത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി. എങ്കിൽ അടുത്ത പോയിന്റ് എന്ന് വിളിക്കുന്നത് സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു. നിലവിലെ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ റോഷി അഗസ്റ്റിൻ. അതൊരു കറണ്ട് അഫെയർ പോലെ ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യം. മിനിസ്ട്രി ഫോർ വാട്ടർ റിസോഴ്സസ് ആരെന്ന് ചോദിച്ചാൽ നിലവിൽ ആരാണ്? അത് റോഷി അഗസ്റ്റിൻ ആണ്. എങ്കിൽ വീണ്ടും PSCയുടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? അതേതാണ്? കല്ലട കൊല്ലമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ചോദിച്ചാൽ അത് കല്ലട കൊല്ലമാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ഒക്കെ. ആ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. അണക്കെട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ 18 അണക്കെട്ടുകളാണ് ജലസേചന പദ്ധതികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ജലസേചന ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന അണക്കെട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രണ്ണമാണ്? 18 എണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എത്രണ്ണമാണ്? 18 എണ്ണം. സോ അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ബേസിക് ആയിട്ട് ഈ പറയുന്ന ജലസേചനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇറിഗേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എങ്കിൽ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളിൽ ഒന്നാണ് നെയ്യാർ. നെയ്യാർ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. രണ്ടാമത്തത് മലമ്പുഴ. മലമ്പുഴ എവിടെയാണ്? പാലക്കാട് ജില്ല. മലമ്പുഴ എവിടെയാണ്? പാലക്കാട് ജില്ല.
മൂന്നാമത്തത് വാളയാർ, വാളയാറും പാലക്കാട് ജില്ല. ഇതിൽ കൂടുതലും PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. നെയ്യാർ പദ്ധതി എവിടെ, വാളയാർ പദ്ധതി എവിടെ, ഈ പറയുന്ന മലമ്പുഴ പദ്ധതി എവിടെ. എങ്കിൽ അടുത്തത് മംഗലം പദ്ധതി. മംഗലം പദ്ധതി എവിടെയാണ്? അതും പാലക്കാട് ജില്ലയാണ്. മംഗലം പദ്ധതി എവിടെയാണ്? അതും പാലക്കാട് ജില്ല. ദെൻ മീൻകര, മീൻകര എവിടെയാണ്? അതും പാലക്കാട് ജില്ല. മീൻകര പദ്ധതി എവിടെയാണ്? പാലക്കാട് ജില്ല. ദെൻ പോത്തുണ്ടി, പോത്തുണ്ടി എവിടെയാണ്? അതും പാലക്കാടാണ്. സോ പാലക്കാട് എത്രണ്ണമായി? മലമ്പുഴ, വാളയാർ, മംഗലം, മീൻകര, പോത്തുണ്ടി ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. എങ്കിൽ അടുത്തതാണ് ചാലക്കുടി. ചാലക്കുടി എവിടെയാണ്? തൃശ്ശൂർ ജില്ല. ചാലക്കുടി എവിടെയാണ്? തൃശ്ശൂർ ജില്ല. ചാലക്കുടി എവിടെയാണ്? തൃശ്ശൂർ ജില്ല. ദെൻ പീച്ചി, പീച്ചി എവിടെയാണ്? പീച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ട്, പീച്ചി വാഴാനി. പീച്ചി എവിടെയാണ്? തൃശ്ശൂരാണ്. ദെൻ കല്ലട, കല്ലടം എവിടെ? കൊല്ലം ജില്ല. കല്ലട കൊല്ലം ജില്ല. ദെൻ വാഴാനി, എഗെയിൻ വാഴാനി എവിടെ? തൃശ്ശൂർ ജില്ല. സോ ഇതാണ് കേരളത്തിലെ പ്രധാന ജലസേചന പദ്ധതികൾ. PSC അത്യാവശ്യം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളവയാണ് ഈ കാണുന്ന ജലസേചന പദ്ധതികൾ പലതും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പദ്ധതികളും അതേത് ജില്ലയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. തിരുവനന്തപുരത്തുള്ളതും പാലക്കാടുള്ളതും അതുപോലെ തന്നെ തൃശ്ശൂരും കൊല്ലവും. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയും ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട് ജില്ലയുമാണ്. സോ ആ 2 പോയിന്റ് ഓർമ്മയുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഒരു പോയിന്റ് കൂടെ ഇവിടെ പഠിക്കുകയാണ്. ജലവൈദ്യുത പദ്ധതികളെ കൂടെ നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോകാം. അത്യാവശ്യം PSCയുടെ ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് ജലസേചനം, ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന്. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. അത് പെരിയാറാണ്. നമ്മൾ ജലസേചന പദ്ധതി പാലക്കാടും ജലസേചന പദ്ധതി കൂടുതൽ ഭാരതപ്പുഴയാണെന്നും പറഞ്ഞു. എങ്കിൽ ഇവിടെ പിടിച്ചോ, ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ല. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി ചോദിച്ചാൽ അത് പെരിയാർ നദി. ഈ 2 പോയിന്റും മറന്നു പോകരുത്. നിങ്ങൾ പെരിയാർ നദിയിലേക്ക് പോവുകയാണെങ്കിൽ പള്ളിവാസല്, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാർ, ലോവപ്പെരിയാർ, ഇടുക്കി ഈ പദ്ധതികളെല്ലാം നിങ്ങൾ കാണപ്പെടുന്നതും ഏത് നദിയിൽ തന്നെയാണ്? ഈ പറയുന്ന പെരിയാറിൽ തന്നെയാണ്. സോ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്ന് പറയുന്നത്. കേരളത്തിന്റെ വൈദ്യുത ഉൽപാദനം എടുത്താൽ കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 69% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ 69% വൈദ്യുതിയുടെ ഉൽപാദനത്തിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനമാണ്. സോ അതുകൂടെ ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. നമുക്കറിയാം, ഈ പറയുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നത് ഏതിന്റെ അണ്ടറിലാണ് എന്ന് ചോദിച്ചാൽ അത് KSEBയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ KSEBയുമായി റിലേറ്റ് ചെയ്താണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ഈ വൈദ്യുതിയുമായി ബന്ധിപ്പിച്ച് വൈദ്യുതിയുടെ മിനിസ്റ്റർ ആരാണ്? ആരാണ് കേരളത്തിൽ നിലവിലെ വൈദ്യുതിയുടെ മിനിസ്റ്റർ? K. കൃഷ്ണൻകുട്ടിയാണ് നിലവിൽ കേരളത്തിലെ വൈദ്യുത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. സോ നിലവിൽ കേരളത്തിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് K. കൃഷ്ണൻകുട്ടിയാണ്. സോ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ നിയന്ത്രിക്കുന്നത് ആരുടെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് KSEBയുടെ കീഴിലാണ്. സോ KSEBയുടെ കീഴിലാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാണ് KSEB നിലവിൽ വന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ PQ. എന്താണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ എന്നാണ് നിലവിൽ വന്നത്? കേരളത്തിലെ വൈദ്യുതിയുടെ രാജാവായിട്ടുള്ള KSEB നിലവിൽ വരുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1957 മാർച്ച് 31. 1957 മാർച്ച് 31. കേരളത്തിന്റെ ഊർജം എന്ന ആപ്തവാക്യത്തോട് പ്രവർത്തിക്കുന്ന KSEB അവരുടെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെ? വൈദ്യുതി ഭവൻ. മറന്നു പോകരുത് ഈ കാര്യങ്ങളൊന്നും. സോ KSEB നിലവിൽ വന്നത് 1957 മാർച്ച് 31. ക്ലിയർ ആണല്ലോ. അപ്പൊ KSEBയുമായി ബന്ധിപ്പിച്ചുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ നദി. പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാർ, ലോവപ്പെരിയാർ, ഇടുക്കി ഇതെല്ലാം എവിടെ തന്നെയാണ്? പെരിയാർ എന്ന് പറയുന്ന നദിയിലാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ടത്, കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി എന്ന് ചോദിച്ചാൽ 69%. 69% കേരളത്തിന് വൈദ്യുതി സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ്, ജലവൈദ്യുത പദ്ധതികളാണ്.
ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് KSEBിയുടെ കീഴിലാണ്. നിലവിൽ മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ട് എന്നറിയപ്പെടുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടിയാണ് നിലവിൽ അതിന്റെ മന്ത്രി എന്ന് പറയുന്നത്. സോ ഇതാണ് പ്രധാനമായിട്ടും ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നത് KSEBിയുടെ കീഴിലാണ്. KSEB നിലവിൽ വന്നത് എന്നാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അണക്കെട്ടുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആ അണക്കെട്ടുകൾ PSCയുടെ അടുത്ത ചോദ്യമാണ്. അണക്കെട്ട് എവിടെയാണ് 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 സ്ഥിരമുള്ള ചോദ്യമാണ്. ഓക്കെ, രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഏത് ജില്ലയിലാണെന്നും ചോദിക്കാറുണ്ട്, ഏത് നദിയിലാണെന്നും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ചോദ്യം തന്നെ ഏകദേശം അതുമായി റിലേറ്റ് ചെയ്തതാണ്. എങ്കിൽ നിങ്ങൾ പിടിച്ചോ, അരുവിക്കര ഡാം ഏത് നദിയിലാണ്? അരുവിക്കര ഡാം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കരമനയാറിലാണ്. ഏത് നദിയിലാണ്? കരമനയാറിലാണ്. എങ്കിൽ രണ്ടാമത്തത് കക്കയം ഡാം ആണ്. കക്കയം ഡാം ഏത് നദിയിലാണ്? കുറ്റിയാടിയിലാണ്. കക്കയം ഡാം എവിടെയാണ്? കുറ്റിയാടിയിലാണ് കക്കയം ഡാം. എങ്കിൽ അടുത്തത് ബാണാസുര സാഗർ ഡാം. ബാണാസുര സാഗർ ഡാം എവിടെയാണ്? അത് കബനിയിലാണ്. ബാണാസുര സാഗർ ഡാം എവിടെയാണ്? കബനിയിലാണ്. സോ ഒന്ന് അരുവിക്കര ഡാം, കരമനയാറ്, കക്കയം, കുറ്റിയാടി. 3 ബാണാസുര സാഗർ ഡാം, കബനി. എങ്കിൽ നാലാമത്തെ ഡാം പിടിച്ചോ, കക്കി ഡാം. കക്കി ഡാം എവിടെയാണ്? പമ്പയിലാണ്. കക്കി ഡാം എവിടെയാണ്? പമ്പയിലാണ്. അടുത്തത് ശബരി. ശബരി ഏത് നദിയിലാണ്? പമ്പയിലാണ്. ശബരി എവിടെയാണ്? പമ്പയിലാണ്. ദെൻ അടുത്തത് പഴശ്ശി. പഴശ്ശി എവിടെയാണ്? വളപട്ടണം പുഴ. വളപട്ടണം പുഴയിലാണ് ഈ പറയുന്ന പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇടമലയാർ. ഇടമലയാർ എവിടെയാണ്? പെരിയാർ. PSC ചോദിച്ചും അടുത്ത ചോദ്യം. പഴശ്ശി PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഡാമൊക്കെയാണ് ഈ പഴശ്ശി, ഇടമലയാർ ഒക്കെ. ദെൻ മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി എവിടെയാണ്? പെരിയാർ. മാട്ടുപ്പെട്ടിയും എവിടെ തന്നെയാണ്? പെരിയാറിലാണ്. ദെൻ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം കെട്ടിയിരിക്കുന്നത് എവിടെയാണ്? അത് പെരിയാറിലാണ്. പെരിയാർ. ഭൂതത്താൻ കെട്ട്, പെരിയാർ. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എല്ലാവരും കേട്ടു തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് ഭൂതത്താൻ കെട്ട്. കേരളത്തിലെ വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു ഡാമായിരുന്നു അന്ന് ഭൂതത്താൻ കെട്ട്. അങ്ങനെയാണ് എല്ലാവരും ഭൂതത്താൻ കെട്ടിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ PSCയും ചോദിച്ചു തുടങ്ങി, ഭൂതത്താൻ കെട്ട് എവിടെ? ഭൂതത്താൻ കെട്ട് ഏത് നദിയിൽ? ഏത് നദിയിലാണ്? പെരിയാറിലാണ്. എങ്കിൽ അടുത്തത് ചെറുതോണി. ചെറുതോണി എവിടെയാണ്? ചെറുതോണിയും പെരിയാറിലാണ്. ചെറുതോണി എവിടെയാണ്? ചെറുതോണിയും പെരിയാർ. എങ്കിൽ അടുത്തത് പീച്ചി. പീച്ചി ഏത് നദിയിലാണ്? പീച്ചി മണലി എന്ന് പറയുന്ന നദിയിലാണ്. പീച്ചി ഏത് നദിയിലാണ്? മണലി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. പീച്ചി ഡാം എവിടെയാണ്? മണലി നദിയിലാണ് പീച്ചി. എങ്കിൽ അടുത്തത് തെന്മല. തെന്മല നിങ്ങൾക്കറിയാം കല്ലടയിലാണ്. തെന്മല ഏതാണ്? കല്ലട നദിയിലാണ്. എങ്കിൽ ലാസ്റ്റ് വൺ മലമ്പുഴ എവിടെ തന്നെയാണ്? മലമ്പുഴ നദിയിൽ തന്നെയാണ്. സോ മലമ്പുഴയിലാണ്, മലമ്പുഴ നദിയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. സോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചില ഡാമുകളെ കുറിച്ചും അത് ഏത് നദിയിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ കേരളത്തിലെ ഡാമുകളായി, ഏത് നദി എന്നായി. എങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ നോക്കാം. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? PSCയുടെ ഇഷ്ട മേഖലയിൽപ്പെടുന്ന മറ്റൊന്ന് നിങ്ങൾ ഇവിടെ കാണുന്നതാണ്. അതിൽ ചില പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഇവിടെ നെയ്യാറ് കാണാം, പേപ്പാറ കാണാം, അരുവിക്കര കാണാം. ഈ പറയുന്ന നെയ്യാറും പേപ്പാറയും അരുവിക്കരയും, നെയ്യാറ്, പേപ്പാറ, അരുവിക്കര, ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ഇത് മൂന്നും എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. എങ്കിൽ അടുത്തതാണ് തെന്മല. തെന്മല എവിടെയാണ്? തെന്മല കൊല്ലം ജില്ല. തെന്മല എവിടെയാണ്? കൊല്ലം ജില്ല. എങ്കിൽ അടുത്തതാണ് പമ്പ, കക്കി, മണിയാർ. പമ്പ, കക്കി, മണിയാർ, ഇത് മൂന്നും എവിടെ തന്നെയാണ്? പത്തനംതിട്ട ജില്ല. ഇത് മൂന്നും എവിടെയാണ്? പത്തനംതിട്ട ജില്ല. എങ്കിൽ അടുത്തതാണ് ഇടുക്കി ആർച്ച് ഡാം, മാട്ടുപ്പെട്ടി ഡാം, ചെങ്കുളം ഡാം, നേര്യമംഗലം, പെരിയാർ ഡാം, ഇതെല്ലാം എവിടെയാണ്? ഇടുക്കി ജില്ല. എങ്കിൽ കല്ലാർ ഡിവിഷൻ ഡാം, ലോവർ പെരിയാർ ഡാം, ഇരട്ടയാർ, മലങ്കര, മുല്ലപ്പെരിയാർ ഡാം, ഇതും എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ല. ഇതും എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ല. കുളമാവ്, ചെറുതോണി, ഇടമലയാർ, കുണ്ടള, പൊന്മുടി. കുളമാവ്, ചെറുതോണി, ഇടമലയാർ, കുണ്ടള, പൊന്മുടി, ഇതും എവിടെയാണ്? ഇടുക്കി ജില്ല. സോ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് പറഞ്ഞത്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെ? ഇടുക്കി ആർച്ച് ഡാം, മാട്ടുപ്പെട്ടി ഡാം, ചെങ്കുളം ഡാം, നേര്യമംഗലം, പെരിയാർ, കല്ലാർ ഡിവിഷൻ ഡാം, ലോവർ പെരിയാർ ഡാം, ഇരട്ടയാർ, മലങ്കര, മുല്ലപ്പെരിയാർ, കുളമാവ്, ചെറുതോണി, ഇടമലയാർ, കുണ്ടള, പൊന്മുടി, ഇത്രയും എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. സോ ഇടുക്കി ജില്ലയിലെ 15 അണക്കെട്ടുകളാണ് നമ്മൾ പഠിച്ചത്. എങ്കിൽ അടുത്ത് ഭൂതത്താൻ കെട്ട്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഭൂതത്താൻ കെട്ട് ഏത് നദിയാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒരു വെള്ളപ്പൊക്കം കാരണം നമ്മൾ പുതിയതായിട്ട് കേട്ടൊരു അണക്കെട്ടായിരുന്നു ഭൂതത്താൻ കെട്ട്. PSC അപ്പൊ ചോദ്യം തുടങ്ങി. ഭൂതത്താൻ കെട്ട് എവിടെയാണ് എന്നാണ് PSCയുടെ മറ്റൊരു ചോദ്യം. എവിടെയാണ്? എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലാണ് ഭൂതത്താൻ കെട്ട് വരുന്നത്. സോ ഭൂതത്താൻ കെട്ട് എവിടെയാണ്? എറണാകുളം ജില്ല. എങ്കിൽ അടുത്തത് പീച്ചി, വാഴാനി, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ചിമ്മിണി, ചാലക്കുടി, ഇത് ഇത്രയും എവിടെയാണ്?
പീച്ചി, വാഴാനി, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ചിമ്മിണി, ചാലക്കുടി ഇതെല്ലാം തൃശ്ശൂർ ജില്ല. എവിടെയാണ്? തൃശ്ശൂർ ജില്ല. സോ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ചോദിച്ചാൽ പീച്ചി, വാഴാനി, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ചിമ്മിണി, ചാലക്കുടി. അപ്പൊ തൃശ്ശൂർ ജില്ലയായി, എറണാകുളം ജില്ലയായി, ഇടുക്കി ജില്ലയായി, പത്തനംതിട്ട ജില്ലയായി, കൊല്ലമായി, തിരുവനന്തപുരമായി. എങ്കിൽ അടുത്ത സെറ്റ്: മലമ്പുഴ ഡാം, മംഗലം ഡാം, ചുള്ളിയാർ, മീൻകര, പോത്തുണ്ടി, വാളയാർ, പറമ്പിക്കുളം, തുണക്കടവ്, കാഞ്ഞിരപ്പുഴ, ചെറമംഗളം, ശിരുവാണി. ഇത് ഇത്രയും എവിടെയാണ്? പാലക്കാട് ജില്ല. ഇത്രയും എവിടെയാണ്? പാലക്കാട് ജില്ല. സോ പാലക്കാട് ജില്ലയിലെ 11 ഡാമുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. മലമ്പുഴ, മംഗലം, ചുള്ളിയാർ, മീൻകര, പോത്തുണ്ടി, വാളയാർ, പറമ്പിക്കുളം, തുണക്കടവ്, കാഞ്ഞിരപ്പുഴ, ചെറമംഗളം, ശിരുവാണി. ഇതാണ് പ്രധാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഡാമുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ജില്ലകളിലെ ഡാമുകളിലേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലയുമായി അടുത്തത് കുറ്റിയാടി, കക്കയം, പെരുവണ്ണാമുഴി. എടാ നിങ്ങൾക്കറിയാം കുറ്റിയാടിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കുറ്റിയാടി എവിടെയാണ്? കുറ്റിയാടി കോഴിക്കോട് ജില്ല. കുറ്റിയാടി എവിടെ? കോഴിക്കോട് ജില്ല. സോ കോഴിക്കോട് ജില്ലയിലാണ് ഈ പറയുന്ന കുറ്റിയാടിയും കക്കയും പെരുവണ്ണാമുഴിയും. എങ്കിൽ അടുത്തത് ബാണാസുര സാഗർ. ബാണാസുര സാഗർ എവിടെയാണ്? ബാണാസുര സാഗർ ചോദിച്ചാൽ വയനാട് ജില്ല. ബാണാസുര സാഗർ വയനാട് ജില്ല. പഴശ്ശി, കണ്ണൂര്. പഴശ്ശി എവിടെയാണ്? കണ്ണൂര്. പഴശ്ശി ഡാം എവിടെ? പഴശ്ശി മ്യൂസിയം എവിടെ? പഴശ്ശി സ്മാരകം എവിടെ? PSC ചോദിച്ചും അടുത്ത ചോദ്യങ്ങളാണ്. സോ പഴശ്ശി ഡാം എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയാണ്. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ ജില്ല. അപ്പൊ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ പഠിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെ നദിയിലാണെന്ന് പഠിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെ ജില്ലയാണ് എന്നുള്ളതും നമ്മൾ പഠിച്ചു. അപ്പൊ കേരളത്തിൽ നിന്ന് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട പദ്ധതികളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. എങ്കിൽ അവസാനം ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSCയുടെ മറ്റൊരു ഇഷ്ട വിനോദമുണ്ട്. കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികൾ, ഏത് നദി, ഏത് ജില്ല, PSCയുടെ അടുത്തൊരു ഇഷ്ട വിനോദ മേഖല. അതുകൂടെ പരിചയപ്പെടാം. അതുകൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ഇത് മൊത്തത്തിൽ നിങ്ങൾക്കൊരു റിവിഷനുമാകും. അപ്പൊ പ്രധാനപ്പെട്ട പദ്ധതിയാണ് പള്ളിവാസൽ പദ്ധതി. പള്ളിവാസൽ പദ്ധതി ഏത് നദി? നിങ്ങൾ പെട്ടെന്ന് ഗസ് ചെയ്തേ, ഏത് നദി? പള്ളിവാസൽ ഏത് നദി എന്ന് ചോദിച്ചാൽ ഏത് നദി? മുതിരപ്പുഴയാണ്. ഏത് നദി? മുതിരപ്പുഴ. ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. രണ്ടാമത്തത് ചെങ്കുളമാണ്. ചെങ്കുളം ചോദിച്ചാൽ മുതിരപ്പുഴ. ചെങ്കുളം എവിടെ തന്നെയാണ്? മുതിരപ്പുഴ തന്നെയാണ് ചെങ്കുളം എന്ന് പറയുന്നതും. ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. തെറ്റിക്കരുത് മക്കളെ, ഇനി തെറ്റിക്കരുത്. ദെൻ അടുത്തത് കൂത്തുങ്കൽ. കൂത്തുങ്കൽ എവിടെയാണ്? കൂത്തുങ്കൽ ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കൂത്തുങ്കൽ ഏതാണ്? പന്നിയാർ ആണ്. പന്നിയാർ. കൂത്തുങ്കൽ എവിടെയാണ്? പന്നിയാർ. ഏത് ജില്ല? ഇടുക്കി ജില്ല. അടുത്തത് നേര്യമംഗലം. നേര്യമംഗലം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നേര്യമംഗലം മുതിരപ്പുഴ എവിടെയാണ്? മുതിരപ്പുഴ. മുതിരപ്പുഴയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പെരിയാർ. രണ്ടും PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനിൽ മുതിരപ്പുഴ ഉണ്ടെങ്കിൽ മുതിരപ്പുഴ എഴുതാം. മുതിരപ്പുഴ ഇല്ല, പെരിയാറേ ഉള്ളൂ എങ്കിൽ പെരിയാർ എഴുതാം. ജില്ല എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ല തന്നെയാണ്. ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. എങ്കിൽ അടുത്തതാണ് ഇടുക്കി. ഇടുക്കി അണക്കെട്ട്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിൽ? പെരിയാർ. ജില്ല ഏതെന്ന് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ അടുത്തതാണ് ഇടമലയാർ. ഇടമലയാർ ഏത് നദിയാണ്? ഇടമലയാർ നദിയിലാണ്. ഏത് നദിയിലാണ്? ഇടമലയാർ നദി. ജില്ല ചോദിച്ചാൽ അതും ഇടുക്കി ജില്ല. അടുത്തത് പെരിങ്ങൽകുത്ത്. പെരിങ്ങൽകുത്ത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. പെരിങ്ങൽകുത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചാലക്കുടിപ്പുഴ. പെരിങ്ങൽകുത്ത് എവിടെയാണ്? ചാലക്കുടിപ്പുഴ. ജില്ല നിങ്ങളോട് പറഞ്ഞതാണ് തൃശ്ശൂർ ജില്ല. ജില്ല എവിടെയാണ്? തൃശ്ശൂർ ജില്ല. എങ്കിൽ അടുത്തത് കക്കാട്. കക്കാട് നദി ചോദിച്ചാൽ കക്കാട് തന്നെയാണ്. സ്ഥലം ചോദിച്ചാൽ പത്തനംതിട്ട. സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ അത് ഏത് നദിയിലാണ്, ഏത് ജില്ലയിലാണ്, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രധാനപ്പെട്ട 8 എണ്ണം നമ്മൾ പഠിച്ചു. എങ്കിൽ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പോവാം. അടുത്തത് കുറ്റിയാടി. കുറ്റിയാടി നദിയുടെ പേര് എന്ത് തന്നെയാണ്? കുറ്റിയാടി എന്ന് തന്നെയാണ് നദിയുടെ പേര്. ജില്ല ചോദിച്ചാൽ എവിടെയാണ്? അത് കോഴിക്കോട് ജില്ല. അടുത്തത് ഷോളയാർ. ഷോളയാർ ഏത് നദി? ഷോളയാർ ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. ഷോളയാർ എവിടെയാണ്? ചാലക്കുടി പുഴ. എങ്കിൽ ജില്ല ഏതായിരിക്കും? തൃശ്ശൂർ ജില്ല. ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. അടുത്തത് ശബരിഗിരിയാണ്. ശബരിഗിരി. ശബരിഗിരി എവിടെ? പമ്പ. നമ്മൾ ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ 2025 ചോദ്യത്തിലെയും ക്വസ്റ്റ്യൻ. ശബരിഗിരി എവിടെ? ശബരിഗിരി പമ്പ. സ്ഥലം ചോദിച്ചാൽ പത്തനംതിട്ട. സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട. എങ്കിൽ അടുത്തത് മണിയാർ. മണിയാർ എവിടെയാണ്? പമ്പ നദിയിലാണ്. മണിയാർ എവിടെയാണ്? പമ്പ. സ്ഥലം ചോദിച്ചാൽ പത്തനംതിട്ട. സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട. ലാസ്റ്റ് പന്നിയാർ. പന്നിയാർ ഏത് നദിയിലാണ്? പന്നിയാർ എന്ന നദിയിലാണ്, അല്ലെങ്കിൽ
പെരിയാർ എന്ന നദി തന്നെയാണ്. പന്നിയാറിൽ വേറൊരെണ്ണം നമ്മൾ പറഞ്ഞു, കൂത്തുങ്കൽ. ഈ പറയുന്ന പന്നിയാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ജലവൈദ്യുത പദ്ധതികളും അത് ഏത് നദിയിലാണെന്നും ഏത് ജില്ലയാണെന്നുമാണ് നമ്മൾ പറഞ്ഞത്. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യവുമായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ ജലസേചന പദ്ധതികളെ കുറിച്ച് പഠിച്ചു, ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പഠിച്ചു, അതിന്റെ മന്ത്രിമാരാരൊക്കെയാണ്, ജലസേചനത്തിന്റെ മന്ത്രി ആര്, വൈദ്യുതിയുടെ മന്ത്രി ആര്, ഇതും നമ്മൾ മനസ്സിലാക്കി. കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ, ഏത് ജില്ല, ഏത് നദി, ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ക്ലാരിറ്റി വരുത്തി. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് റിവിഷൻ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലാസ്റ്റ് ഇതുമായി ബന്ധിപ്പിച്ച് മറ്റൊരു മേഖല കൂടെയുണ്ട്, സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള PSCയുടെ ചോദ്യങ്ങൾ. സ്ഥിരം PSC ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ആ മേഖലയിലുമുണ്ട്. അതുകൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നമ്മൾ റിവൈസ് ചെയ്തു എന്ന് പറയാം. അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലുള്ള സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് ഒന്ന് മണിയാർ, രണ്ട് കൂത്തുങ്കൽ, മറ്റൊന്ന് ആളുങ്കൽ. ഇത് മൂന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ്. ഇതിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് മണിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് കൂത്തുങ്കലാണ്. ഏറ്റവും ആദ്യത്തേത് മണിയാറാണ്, ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കൂത്തുങ്കലാണ്. സോ രണ്ട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട്, ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതും. രണ്ടും ഏതാണ്? ഒന്ന് കൂത്തുങ്കലും മറ്റൊന്ന് മണിയാറും. ആദ്യത്തേത് മണിയാർ, ഏറ്റവും വലുത് കൂത്തുങ്കൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നൊന്ന് നമുക്ക് നോക്കാം. സോ കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് മണിയാർ. മണിയാർ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ മണിയാർ പത്തനംതിട്ട ജില്ലയാണ്. മണിയാർ പത്തനംതിട്ട ജില്ല. എങ്കിൽ അടുത്തത് കൂത്തുങ്കലാണ്. കൂത്തുങ്കൽ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ല. കൂത്തുങ്കൽ ഇടുക്കി ജില്ല. അടുത്തത് ആളുങ്കൽ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയാണ്. ആളുങ്കൽ പത്തനംതിട്ട ജില്ല. സോ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് മണിയാറാണ്. ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാറാണ്. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കൂത്തുങ്കലാണ്. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കൂത്തുങ്കലാണ്, ഇടുക്കി ജില്ല. അവിടെ അപ്പോൾ PSCയുടെ മറ്റൊരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് അത് മാങ്കുളമാണ്. മാങ്കുളം. മാങ്കുളം എവിടെയാണ്? മാങ്കുളം ഇടുക്കി ജില്ല. മാങ്കുളം ഇടുക്കി ജില്ല. സോ മാങ്കുളം ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മാങ്കുളം പദ്ധതി. മാങ്കുളം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതോടുകൂടി PSCയുടെ ക്വസ്റ്റ്യനിലെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഓർമ്മ വരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഉത്തരം ഞാൻ പറയാം, ചോദ്യം ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിക്കേ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും KSEBയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് അതിന്റെ ബന്ധം? മക്കളെ, വേറൊന്നുമല്ല, കേരളത്തില് സ്വന്തമായി വൈദ്യുതി വിതരണ ഉൽപാദനം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. കേരളത്തില് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. അതാണ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രത്യേകത. കേരളത്തിൽ KSEB വൈദ്യുതി വിതരണം ചെയ്യാത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. കേരളത്തിൽ KSEB വൈദ്യുതി വിതരണം നടത്താത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാണ്? തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. കേരളത്തിൽ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ KSEB വൈദ്യുതി വിതരണം നടത്തുന്നില്ല. ഒന്ന് തൃശൂർ കോർപ്പറേഷനിലും മറ്റൊന്ന് കണ്ണൻ ദേവൻ ഹിൽസിലും. മറ്റൊന്ന് എവിടെയാണ്? കണ്ണൻ ദേവൻ ഹിൽസും. സോ തൃശൂരും കണ്ണൻ ദേവൻ ഹിൽസുമാണ് KSEB വൈദ്യുതി വിതരണം നടത്താത്ത കേരളത്തിലെ രണ്ട് പ്രധാന സ്ഥലങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ സ്വന്തമായി വൈദ്യുത വിതരണം ചെയ്യുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം ചെയ്യാത്ത സ്ഥലങ്ങൾ ചോദിച്ചാൽ ഒന്ന് തൃശൂർ കോർപ്പറേഷനും മറ്റൊന്ന് കണ്ണൻ ദേവൻ ഹിൽസുമാണ്. മറ്റൊന്ന് കണ്ണൻ ദേവൻ ഹിൽസുമാണ്. രണ്ട് ചോദ്യങ്ങളും മറക്കരുത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PQ ക്വസ്റ്റ്യൻസ് ആണത്, മറന്നു പോകരുത്. PSC ഈ മേഖലയിൽ നിന്ന് തന്നെ ചോദിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടെ നമുക്ക് നോക്കാം. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി ഏതാണത്? മീൻവല്ലം പദ്ധതിയാണ്. മീൻവല്ലം പദ്ധതി. മീൻവല്ലം പദ്ധതി ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ മീൻവല്ലം പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി ഏതാണത്? മീൻവല്ലം പദ്ധതി. സ്ഥലം ചോദിച്ചാൽ എവിടെ? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ മീൻവല്ലം പദ്ധതിയാണ് സ്വന്തമായി ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി. എങ്കിൽ PSC ഇതേ ചോദ്യത്തെ മറ്റൊരു ആംഗിളിൽ ഇങ്ങനെ ചോദിക്കും,
പൊതുജന പങ്കാളിത്തത്തോടെ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. പൊതുജന പങ്കാളിത്തത്തോടെ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണത്? മീൻവല്ലം പദ്ധതി. ഏത് പദ്ധതിയാണ്? മീൻവല്ലം പദ്ധതി. സ്ഥലം ചോദിച്ചാൽ ഏത് തന്നെ? നമ്മുടെ പഴയ പാലക്കാട് ജില്ല തന്നെയാണ്. സോ പാലക്കാട് ജില്ലയിലെ മീൻവല്ലം പദ്ധതിയുടെ മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി. അതേ ക്വസ്റ്റ്യനെ PSC മറ്റൊരു ആംഗിളിൽ അടുത്ത എക്സാമിന് ചോദിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മീൻവല്ലം പദ്ധതി. സ്ഥലം ചോദിച്ചാൽ എവിടെ? പാലക്കാട് ജില്ല. എങ്കിൽ അടുത്ത ചോദ്യം: സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അത് പാലക്കാടാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് ഇത് ആരംഭിച്ചത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. പദ്ധതിയുടെ പേര് ഏതാണ്? അത് മീൻവല്ലം തന്നെയാണ്. സോ മീൻവല്ലം പദ്ധതിയെ PSC എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മാറ്റിമറിച്ചു എന്ന് നിങ്ങൾ കണ്ടോ. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി ഏത്? അതേ ചോദ്യത്തെ മറ്റൊരു രീതിയിൽ: പൊതുജന പങ്കാളിത്തത്തോടെ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? വീണ്ടും അതേ ചോദ്യത്തെ സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത്? പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. പദ്ധതി ഏത് തന്നെ? നമ്മുടെ പഴയ മീൻവല്ലം പദ്ധതി തന്നെ. എങ്കിൽ ലാസ്റ്റ് നിങ്ങളോടൊരു ചോദ്യം: ഈ മീൻവല്ലം പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? മീൻവല്ലം പദ്ധതിയെ കുറിച്ച് ഇത്രയും പറഞ്ഞെങ്കിൽ മീൻവല്ലം പദ്ധതി ഏത് നദി എന്ന് കൂടെ നമ്മൾ പഠിക്കണ്ടേ? മീൻവല്ലം പദ്ധതി ഏത് നദി എന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴ. മക്കളെ ഏതാണ്? തൂതപ്പുഴ അല്ലെങ്കിൽ തുപ്പനാട് പുഴ. തൂതപ്പുഴ അല്ലെങ്കിൽ തുപ്പനാട് പുഴ. അവിടെയാണ് ഏത് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു പാലക്കാട് ജില്ലയിലെ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സോ മീൻവല്ലം പദ്ധതി ഏത് ജില്ല? പാലക്കാട് ജില്ല. ഏത് നദി? തുപ്പനാട് പുഴ. ഏത് ജില്ലാ പഞ്ചായത്ത്? പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. ക്ലിയർ ആയല്ലോ? എങ്കിൽ കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട്, കണ്ണാടി നോക്കണമെങ്കിൽ വൈദ്യുതി വേണം. അത് കൊണ്ടുവന്നത് കണ്ണാടിയാണ്. അപ്പൊ ആരാണ് കണ്ണാടി? കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്. എടാ, വൈദ്യുതി ഉണ്ടെങ്കിലേ കണ്ണാടി നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ അങ്ങ് പണ്ട് മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട്. സ്ഥലം ചോദിച്ചാൽ അത് കണ്ണാടിയാണ്. കണ്ണാടി എങ്കിൽ ജില്ല എവിടെയാണ്? അത് പാലക്കാടാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പേരാണ് കണ്ണാടി. ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ല. എങ്കിൽ സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? അത് മങ്കടയാണ്. അത് മങ്കട, മലപ്പുറം ജില്ലയിലെ മങ്കട. സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം മങ്കട, മലപ്പുറമാണ്. മങ്കട, മലപ്പുറം, മറന്നുപോകരുത്. എങ്കിൽ കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് ഏത് ജില്ലയായിരിക്കും? പാലക്കാട് ജില്ല. 2010 ഫെബ്രുവരിയിലാണ് കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ലയായി ആരെ പ്രഖ്യാപിച്ചത്? പാലക്കാട് ജില്ലയെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എങ്കിൽ വീണ്ടും PSCയുടെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ല തന്നെയാണ്. എങ്കിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം, മക്കളെ മറന്നുപോകരുത്, നമ്മുടെ തിരുവനന്തപുരം പട്ടണം. കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം 1929 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം എന്നുള്ള തലക്കെട്ട് കൈവരിച്ചു. ആര്? നമ്മുടെ തിരുവനന്തപുരം. എവിടെ? ഏത് വർഷം? 1929. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പാത്രക്കടവ് പദ്ധതി. വിവാദമായിട്ടുള്ള പാത്രക്കടവ് പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് നദിയാണ്? അത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ. എങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? നിങ്ങൾക്ക് വലുത് ചോദിച്ചാൽ അറിയാം. ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏത്? സംശയം വേണ്ട, മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടി. എങ്കിൽ മാട്ടുപ്പെട്ടി ഏത് നദിയാണെന്ന് പറഞ്ഞേ? നമ്മൾ നേരത്തെ പറഞ്ഞു, മുതിരപ്പുഴയാണ്. മാട്ടുപ്പെട്ടി ഏത് നദി? മുതിരപ്പുഴ. അപ്പൊ പ്രധാനമായിട്ടും കേരളത്തിലെ അണക്കെട്ടുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത്. പ്രധാനമായിട്ടും കേരളത്തിലെ അണക്കെട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മളൊന്ന് റിവിഷൻ ബേസിൽ നോക്കിയിട്ടുണ്ട്. റിവിഷൻ ആയിട്ട് നോക്കേണ്ട മാക്സിമം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിലെ കൂടുതൽ ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ റിവിഷൻ നടത്തിയത്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു 2025 മൂന്നാം മാസം 11-ാം തീയതി നടന്ന എക്സാമിന് 334/2024, 289/2024, 290/2024 ഈ 3 കാറ്റഗറി നമ്പർ എക്സാംസിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ദേശീയപാത 1, ഓപ്ഷൻ ബി ദേശീയപാത 2, ഓപ്ഷൻ സി ദേശീയപാത 3, ഓപ്ഷൻ ഡി ദേശീയപാത 4. എടാ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3 ആണ്.
നമുക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർവേ ആണ് ഈ പറയുന്ന ദേശീയ ജലപാത 3. എങ്കില് കേരളത്തിലെ ജലഗതാഗതത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഗതാഗത മാർഗമാണ് ജലഗതാഗത മാർഗം എന്ന് പറയുന്നത്. ഇവിടെ PSCയുടെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഈ പറയുന്ന ജലഗതാഗതത്തിന്റെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി. എന്നാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നത്? 1986 ഒക്ടോബർ മാസം 27. കേരള സംസ്ഥാന ജലവകുപ്പ് അല്ലെങ്കിൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് എന്ന് നിലവിൽ വന്നു 1968. എളുപ്പമല്ലേ പഠിക്കാൻ? 1986 ഒക്ടോബർ 26 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി വന്നു. എന്നാൽ 1968 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് രൂപപ്പെട്ടു. വർഷം രണ്ടും അങ്ങ് തിരിച്ചിട്ടാൽ മതി. 86ഉം 68ഉം ക്ലിയർ അല്ലേ? എങ്കിൽ ഒരു ചോദ്യം, സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എവിടെ? മക്കളെ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം എവിടെയുണ്ട്? ആലപ്പുഴയുണ്ട്. അപ്പൊ ഉത്തരം എന്ത് തന്നെയാണ്? ആലപ്പുഴ ജില്ല. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെ? ആലപ്പുഴ ജില്ല. എങ്കിൽ PSC റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം, സ്ഥാപിതമായ വർഷം 1989. മക്കളെ, ഇത് രണ്ട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. കേരള ഷിപ്പിംഗ് കോർപ്പറേഷനും കേരള ഇൻലാൻഡ് നാവിഗേഷനും ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയ സ്ഥാപനമാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. എന്ന് നിലവിൽ വന്നു 1989. മക്കളെ, നമ്മൾ 3 വർഷമാണ് പഠിച്ചത്. ഒന്ന് 1968 കേരള ജലസേചന വകുപ്പ്, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഏത്? 1968. 1986 ആണെങ്കിൽ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി വന്നു. എങ്കിൽ 1989 കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ നിലവിൽ വന്നു. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം 1986 ഒക്ടോബർ മാസം 27. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ആലപ്പുഴ. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1989. കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ, കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എന്നിവ ലയിച്ചുണ്ടായ സ്ഥാപനമാണ് ഏത്? കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. വർഷം ചോദിച്ചാൽ 1989. അപ്പൊ കേരളത്തിന്റെ ജലഗതാഗതത്തിന്റെ ബേസ് ആയേ. അപ്പൊ കേരളത്തിന്റെ ദേശീയ ജലപാതകൾ കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? അപ്പൊ കേരളത്തിന്റെ ദേശീയ ജലപാതകളിലേക്കാണ് കടക്കുന്നത്. കേരളത്തിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? എങ്കിൽ ഇന്ത്യയിൽ എത്ര എണ്ണമുണ്ട്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. മക്കളെ, ഇവിടെ ഒരു കാര്യം ഓർമ്മ വേണം. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2016 മാർച്ച് മാസം 25-ാം തീയതിയാണ്. പണ്ട് നമ്മൾ പറയുമായിരുന്നു ഇന്ത്യയിൽ ആകെ 9 ജലഗതാഗത പാതകളുണ്ട്. നിലവിൽ ഇന്ത്യയിൽ എത്ര ജലപാതകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 111 ജലപാതകളുണ്ട്. അതിൽ 4 എണ്ണം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. 4 എണ്ണം എവിടെയുണ്ട്? നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. മറന്നു പോകരുത്. സോ ഈ പറയുന്ന ദേശീയ ജലഗതാഗത നിയമം 2016 മാർച്ച് 25-നാണ് വന്നത്. ദേശീയ ജലഗതാഗത നിയമം 2016 മാർച്ച് 25-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ആകെ മൊത്തം 111 ജലപാതകൾ. അതിൽ 4 എണ്ണം നമ്മുടെ കൊച്ചു കേരളം. എങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് NW3. നിങ്ങൾക്കറിയാം കൊല്ലം മുതൽ കോട്ടപ്പുറം. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് മാറ്റി പിടിക്കുകയാണ്. കൊല്ലം മുതൽ കോഴിക്കോട്, കൊല്ലം മുതൽ കോഴിക്കോട് ഏകദേശം 365 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. എങ്കിൽ അടുത്തതാണ് NW9. NW9 ചോദിച്ചാൽ ആലപ്പുഴ മുതൽ കോട്ടയം, ആലപ്പുഴ മുതൽ കോട്ടയം. ദൂരം ചോദിച്ചാൽ അത് 38 കിലോമീറ്റർ. സോ NW9 ആലപ്പുഴ ടു കോട്ടയം 38 കിലോമീറ്റർ. എങ്കിൽ NW8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി, ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി 28 കിലോമീറ്റർ. NW8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി 28 കിലോമീറ്റർ. എങ്കിൽ അടുത്തത് NW59 കോട്ടയം മുതൽ വൈക്കം വരെ, കോട്ടയം മുതൽ വൈക്കം വരെ 28 കിലോമീറ്റർ. സോ ഇതാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ 4 ജലപാതകൾ. ഏതൊക്കെയാണ്? NW3
കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നുള്ള പോയിന്റ് മാറി കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് 365 കിലോമീറ്റർ. രണ്ടാമത്തത് NW9 ആലപ്പുഴ മുതൽ കോട്ടയം വരെ 38 കിലോമീറ്റർ. മൂന്നാമത്തത് NW8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ 28 കിലോമീറ്റർ. അടുത്തത് NW59 കോട്ടയം മുതൽ വൈക്കം വരെ 28 കിലോമീറ്റർ. ഇതാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ 4 പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ. എങ്കിൽ ഇവിടെ നിന്ന് മറ്റു 2 ചോദ്യങ്ങളിലേക്കൂടെ പോവുകയാണ്. കേരളത്തിൽ ജലപാത 5 അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? കേരളത്തിലെ ജലപാത 5 അറിയപ്പെടുന്നത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. ദേശീയ ജലപാതകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി. കേരളത്തിലെ പ്രധാന ദേശീയ ജലപാതകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. എങ്കിൽ ഇവിടെ നിന്നുമുള്ള 2-3 ചോദ്യങ്ങളോട് പറയുകയാണ്. NW5 അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിൽ NW3 അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. സോ NW3 അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിൽ ഒരു ചോദ്യം കൂടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട NW3 എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1993-ലാണ്. 1993-ലാണ് NW3 നിലവിൽ വന്നത്. എങ്കിൽ ഒരു ചോദ്യം കൂടെ NW13മായി റിലേറ്റ് ചെയ്തുകൊണ്ട്, NW13 കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത NW13 എന്ന് പറയുന്നത് AVM കനാൽ എന്ന് അറിയപ്പെടും. AVM കനാൽ കേരളത്തിലെ പൂവാറിൽ നിന്ന് തുടങ്ങി, തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ ഇരിയമൻതുറ വരെയുള്ളതാണ് NW13. AVM കനാൽ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കേരളത്തിൽ നിന്ന് തുടങ്ങി ഭൂരിഭാഗവും തമിഴ്നാട്ടിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? അതാണ് NW13. NW13 അറിയപ്പെടുന്നത് AVM കനാൽ എന്നാണ്. സ്ഥലം ചോദിച്ചാൽ പൂവാർ മുതൽ തമിഴ്നാട്ടിലെ ഇരിയമൻതുറ വരെ, മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ദേശീയ ജലപാതകൾ, കേരളത്തിലെ ദേശീയ ജലപാതകൾ പഠിച്ചു, ദേശീയ ജലപാതകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. എങ്കിൽ 2-3 കാര്യങ്ങളൂടെ ഇവിടെ നമുക്ക് പറയാം. കേരളത്തില് ആദ്യമായിട്ട് ജലവിമാന സർവീസ് നടത്തിയത് എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. എവിടെയാണ്? അഷ്ടമുടിക്കായൽ. 2013-ലാണ് ആരംഭിച്ചത്. 2013-ലാണ് അഷ്ടമുടിക്കായലില് നമ്മൾ ജലവിമാന സർവീസ് ആരംഭിച്ചത്. PSCയുടെ ചോദ്യമുണ്ട്, കേരളത്തിലെ ആദ്യത്തെ ജലവിമാന സർവീസ് ആരംഭിച്ചത് ആര്? കൈരളി ഏവിയേഷൻസ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. എങ്കിൽ വീണ്ടും ഒരു ചോദ്യം, കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ AC ബോട്ട് സർവീസ് ഏതാണ്? അത് വേഗ 120 ആണ്. വേഗ 120 വൈക്കം മുതൽ എറണാകുളം വരെ. വൈക്കം മുതൽ എറണാകുളം വരെ, മറന്നു പോകരുത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചാലോ. കേരളത്തിലെ ദേശീയ ജലപാതകൾ. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 11. നിങ്ങൾക്കറിയാം NW1 എന്ന് പറയുന്നത് ഗംഗാ നദിയാണ്. NW2 എന്ന് പറയുന്നത് ഈ പറയുന്ന സാദിയ മുതൽ ധൂബ്രി വരെയാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. NW3 ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാത. ഇത് പ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 4 ആണ്. NW3 എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോഴിക്കോടാണ്, 365 കിലോമീറ്റർ. അടുത്ത NW9 ആണ്, ആലപ്പുഴ മുതൽ കോട്ടയം വരെ 38 കിലോമീറ്റർ. അടുത്ത NW8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ 28 കിലോമീറ്റർ. അടുത്ത NW59 കോട്ടയം മുതൽ വൈക്കം വരെ 28 കിലോമീറ്റർ. അപ്പോൾ NW3 കൊല്ലം ടു കോഴിക്കോട് 365 കിലോമീറ്റർ. NW9 ആലപ്പുഴ മുതൽ കോട്ടയം വരെ 38 കിലോമീറ്റർ. NW8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ 28 കിലോമീറ്റർ. NW59 കോട്ടയം മുതൽ വൈക്കം വരെ 28 കിലോമീറ്റർ. ദേശീയ ജലപാത 5 അറിയപ്പെടുന്നത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. ദേശീയ ജലപാത 3 അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. NW3 വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. 1993-ലാണ് NW3 വെസ്റ്റ് കോസ്റ്റ് കനാലിനെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത NW13 AVM കനാൽ എന്നറിയപ്പെടുന്നു. 11 കിലോമീറ്റർ. പൂവാർ മുതൽ ഇരിയമ്മൻതുറ വരെ, തമിഴ്നാട്ടിലെ ഇരിയമ്മൻതുറ വരെ. സോ NW13 AVM കനാൽ എന്നറിയപ്പെടുന്നു. 11 കിലോമീറ്റർ. പൂവാർ മുതൽ ഇരിയമ്മൻതുറ വരെയാണ്. പൂവാർ മുതൽ ഇരിയമ്മൻതുറ വരെ, തമിഴ്നാട്ടിലെ ഇരിയമ്മൻതുറ വരെ. സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതുമായ ദേശീയ ജലപാത ചോദിച്ചാൽ NW13 AVM കനാൽ.
കേരളത്തിൽ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് അഷ്ടമുടിക്കായൽ 2013 ജൂൺ 2-ാം തീയതി. കേരളത്തിലെ ജലവിമാന സർവീസ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ കൈരളി ഏവിയേഷൻസ്. കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വേഗ 120 വൈക്കം മുതൽ എറണാകുളം വരെ. വൈക്കം മുതൽ എറണാകുളം വരെ. ക്ലിയർ ആണല്ലോ മക്കളെ? എങ്കിൽ അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്ന ജില്ല. നിങ്ങൾ കണ്ണും പൂട്ടി എഴുതും. എവിടെ? ആലപ്പുഴ ജില്ല. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ, വൈക്കം മുതൽ തവണക്കടവ് വരെ. ഇതെല്ലാം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ, വൈക്കം മുതൽ തവണക്കടവ് വരെ. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? കുട്ടനാട്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. സോ പ്രധാനമായിട്ടും ഈ പറയുന്ന ദേശീയ ജലഗതാഗതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ എങ്ങനെയൊക്കെ ബന്ധിപ്പിക്കാം, കേരളവുമായി റിലേറ്റ് ചെയ്തു വരുന്ന ദേശീയ ജലപാതകൾ ഏതൊക്കെയാണ്, അതുമായി റിലേറ്റ് ചെയ്തു വരുന്ന മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ നോക്കിയത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യം, ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം, താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ, പമ്പ, ഭവാനി, കബനി. ഇതാണ് താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത് എന്നുള്ള ചോദ്യം. 2025 തന്നെ നടന്ന ഒരു എക്സാമിന്റെ ചോദ്യമാണ്. നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് ചോദിച്ചാൽ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ്. കബനി, ഭവാനി, പാമ്പാർ ഇത് മൂന്നും ഒഴുകുന്നത് കിഴക്കോട്ടാണ് എന്ന് നമുക്കറിയാം. സോ ഇതിൽ കബനിയും ഭവാനിയും പാമ്പാറും നിങ്ങൾ ഒഴിവാക്കിയാൽ ഉത്തരം കിട്ടി. നിങ്ങൾക്ക് ഉത്തരം ഏതാ? പമ്പയാണ്. സോ പമ്പ ഒഴുകുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ്. ഉത്തരം കിട്ടി മക്കളെ. അപ്പോൾ കേരളത്തിലെ നദികളിലേക്ക് നമുക്കൊന്ന് പോകാം. കേരളത്തിൽ 44 നദികൾ, അതിൽ 41 പടിഞ്ഞാറോട്ട്, 3 കിഴക്കോട്ട്. നമ്മൾ പൊതുവെ 15 കിലോമീറ്ററിലധികം ഒഴുക്കുള്ള ജലപ്രവാഹങ്ങളെ അല്ലെങ്കിൽ ഒഴുക്കുള്ള വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നത്. നദികൾ എന്നുള്ള കാറ്റഗറിയിൽ ഒരു സാധനത്തെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുക്കുണ്ടാകണം. സോ അതിനെയാണ് നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നത്. 100 കിലോമീറ്ററിൽ ഒഴുക്കുള്ള അല്ലെങ്കിൽ 100 കിലോമീറ്ററിലധികം ഒഴുക്കുള്ള 11 നദികൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. 100 കിലോമീറ്ററിലധികം ഒഴുക്കുള്ള 11ഓളം നദികൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. സോ കേരളത്തിലെ നദികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും തലപ്പാവത്ത്, കേരളത്തിലെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട്, കേരളത്തിന്റെ ഏറ്റവും തലയുടെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ജില്ലയുണ്ട്, കാസർഗോഡ് ജില്ല. ആ കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമുണ്ട് 12ഓളം നദികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ കാണപ്പെടുന്ന ജില്ലയാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ഒരു ജില്ലയുണ്ട്, കാസർഗോഡ് ജില്ല. 12ഓളം നദികൾ. നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല അത് കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അതും കാസർഗോഡ് ജില്ല. ഇതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെയും പ്രത്യേകത. അപ്പൊ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട നദികളും ആ നദികളുടെ ഒഴുക്കും നമുക്കൊന്ന് പരിശോധിക്കാം. എങ്കിൽ ആദ്യത്തേതാണ് നമ്മുടെ പെരിയാർ. മക്കളെ, പെരിയാർ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ. എത്രയാണ്? 244 കിലോമീറ്റർ. രണ്ടാമത് ഭാരതപ്പുഴ, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. ഭാരതപ്പുഴയുടെ നീളം ചോദിച്ചാൽ 209 കിലോമീറ്റർ. 209 കിലോമീറ്റർ. എങ്കിൽ അടുത്തതാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയായ പമ്പ നദി. കേരളത്തിലെ പുണ്യനദി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ പറയുന്ന പമ്പ നദി 176 കിലോമീറ്റർ. ഒരിക്കൽ PSC എത്ര മൈലാണെന്ന് ചോദിച്ചു. 110 മൈലാണ് ഇതിന്റെ ഉത്തരം. സോ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ പറയുന്ന പമ്പ എന്ന് പറയുന്നതും ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്നു. എങ്കിൽ അടുത്തതാണ് ചാലിയാർ. ചാലിയാറിന്റെ നീളം ചോദിച്ചാൽ 169 കിലോമീറ്റർ. ചാലിയാറിന്റെ നീളം 169 കിലോമീറ്റർ. അടുത്തത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. ഈ പറയുന്ന ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. അടുത്തത് കടലുണ്ടിയാണ്. കടലുണ്ടി പുഴ 130 കിലോമീറ്റർ. അച്ചൻകോവിലാർ എന്ന് പറയുന്നത് 128 കിലോമീറ്റർ. ദെൻ കല്ലട നദി 121. മൂവാറ്റുപുഴ 121. വളപട്ടണം പുഴ 110. ചന്ദ്രഗിരി പുഴ 105 കിലോമീറ്റർ. കേരളത്തിലെ പ്രധാനപ്പെട്ട 11 നദികളാണ് നമ്മൾ പഠിച്ചത്. 100 കിലോമീറ്ററിൽ അധികം ഒഴുക്കുള്ള 11 നദികളുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നിന്നും 2-3 കാര്യങ്ങളൂടെ ഞാനൊന്ന് പറയുകയാണ്. രാമപുരം പുഴ. രാമപുരം പുഴയെ കുറിച്ച് PSCയുടെ ഒരു ചോദ്യമുണ്ട്. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് രാമപുരം പുഴ. വെറും 19 കിലോമീറ്റർ ദൈർഘ്യമുള്ള നദി.
ഈ നദിയുടെ പ്രത്യേകത ഇതാണ്, കടലിൽ പതിക്കുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അതാണ് PSCയുടെ ചോദ്യം. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത് നദിയാണത്? രാമപുരം നദി. എങ്കിൽ വീണ്ടും PSCയുടെ മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. തൂതപ്പുഴ. അപ്പൊ ചോദ്യം എന്താണ്, ഉത്തരം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായി? ചോദ്യം ഇത്രയേ ഉള്ളൂ, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. എങ്കിൽ അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. നിങ്ങൾ കണ്ണും പൂട്ടി ഉത്തരം എഴുതും, കുന്തിപ്പുഴ. എങ്കിൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി, തിരുവനന്തപുരം ജില്ലയിലെ നദി ഏതാണത്? നെയ്യാർ നദി. എങ്കിൽ വീണ്ടും PSCയുടെ ചോദ്യം ഇങ്ങനെയുണ്ട്, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏത്? ഏതാണത്? അയിരൂർ പുഴയാണ്. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന അയിരൂർ പുഴയാണ് അതിനുത്തരം. 17 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം, 17 കിലോമീറ്റർ. അപ്പൊ അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അപ്പോ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു സംശയം വന്നു, എങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏത്? ഏറ്റവും ചെറിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി, കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാണത്? മഞ്ചേശ്വരം പുഴ. മറന്നു പോകരുത്. സോ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. എങ്കിൽ ലാസ്റ്റ് ഒരു നദി കൂടെ പറയുകയാണ്, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കുറ്റിയാടിയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. യെല്ലോ റിവർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കുറ്റിയാടിയാണ്. ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട 11 നദികളും അവരുടെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞു. പെരിയാർ പറഞ്ഞു, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ചൻകോവിലാർ, കല്ലട, മൂവാറ്റുപുഴ, വളപട്ടണം പുഴ, ചന്ദ്രഗിരി പുഴ. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ചില വ്യക്തികളെയും നദികളെയും നമുക്കൊന്ന് ബന്ധിപ്പിക്കാം. PSCയുടെ ഒരു ഇഷ്ട വിനോദ മേഖലയാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? നിളയുടെ കവി എന്ന് പറയുന്നത് P. കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. എങ്കിൽ നിളയുടെ കഥാകാരൻ ആരാണ്? നിളയുടെ കഥാകാരനാണ് MT വാസുദേവൻ നായർ. എങ്കിൽ ആരാണ് മയ്യഴിയുടെ കഥാകാരൻ? മയ്യഴിയുടെ കഥാകാരനാണ് M. മുകുന്ദൻ. M. മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ. എങ്കിൽ OV വിജയനും ഈ പറയുന്ന നദികളെയും എങ്ങനെ ബന്ധിപ്പിക്കാം? നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു നദിയുണ്ട്, തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഗുരുസാഗരം എന്ന കൃതി രചിച്ചത് ആരാണ്? അത് OV വിജയനാണ്. തൂതപ്പുഴയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഗുരുസാഗരം എന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് OV വിജയനാണ്. SK പൊറ്റക്കാടിനെ നമുക്ക് എങ്ങനെ പറയാം? നദികളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്, മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയെ ആസ്പദമാക്കി ഈ പറയുന്ന SK പൊറ്റക്കാട് രചിച്ച ഒരു കൃതിയുണ്ട്, നാടൻ പ്രേമം എന്ന് പറയുന്ന കൃതി. സോ നാടൻ പ്രേമത്തിൽ പരാമർശിക്കുന്ന നദി ഏത്? ഇരുവഴിഞ്ഞിപ്പുഴ ഏത് പട്ടണത്തിന്റെ തീരത്ത്? മുക്കം പട്ടണം. സോ മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയെ പശ്ചാത്തലമാക്കി നാടൻ പ്രേമം എന്ന കൃതി രചിച്ചത് SK പൊറ്റക്കാട്. എങ്കിൽ വില്യം ലോഗൻ, നിങ്ങൾക്കറിയാം വില്യം ലോഗൻ മലബാർ മാനുവലുമായി ബന്ധപ്പെട്ട വ്യക്തി. മലബാർ മാനുവലും വില്യം ലോഗനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. അപ്പൊ മക്കളെ, മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ള ഒരു നദിയുണ്ട്, അതാണ് കോരപ്പുഴ എന്ന് പറയുന്നത് മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന ഒരു നദിയാണ്. വില്യം ലോഗനാണ് ആ ഗ്രന്ഥത്തിന്റെ കർത്താവ്. സോ നദികളും വ്യക്തികളും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നദികളെയും വ്യക്തികളെയും കൂടെ നമ്മൾ ബന്ധിപ്പിച്ചു. എങ്കിൽ നമുക്ക് ഒരു പാർട്ടൂടെ നോക്കി ഇത് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അതായത് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് ചീങ്കണ്ണിപ്പുഴയാണ്. PSCയുടെ ഒരു ഇഷ്ട വിനോദമാണ് നദികൾ ഏത് സ്ഥലത്തൂടെയൊക്കെ പോകുന്നു എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ്? അത് ചീങ്കണ്ണിപ്പുഴ. എങ്കിൽ നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ്? ചാലിയാർ. ചിമ്മിണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറുമാലിപ്പുഴ. ഏതാണ്? കുറുമാലിപ്പുഴ. ചിമ്മിണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് കുറുമാലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവാലിപ്പുഴ. ഏതാണ്? ബാവാലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് ബാവാലിപ്പുഴ. എങ്കിൽ അടുത്തതാണ് മറയൂർ ചന്ദനക്കാടിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. മറയൂർ ചന്ദനക്കാടിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ്? അത് പാമ്പാറാണ്. എങ്കിൽ അട്ടപ്പാടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി, നിങ്ങൾ പറയും അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. എന്നാൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്.
എങ്കിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. എങ്കിൽ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവണാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവണാർ. ലാസ്റ്റ് വൺ, തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി, അത് പെരിയാറാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ്. സോ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ചിമ്മിണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറുമാലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവാലിപ്പുഴ. മറയൂർ ചന്ദനക്കാടിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവണാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ. ഇത്രയും കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നദികളുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 11 നദികളും 11 നദികളുടെ നീളവും നമ്മൾ മനസ്സിലാക്കി. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെയും വ്യക്തികളെയും തമ്മിലൊരു ബന്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന ചില നദികളെ നമ്മൾ പരിചയപ്പെട്ടു. പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേരള ജോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ മെയിൻ ആയിട്ടും 3 ഏരിയകളാണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, കേരളത്തിലെ നദികളെ കുറിച്ചുള്ള കാര്യം നമ്മൾ ഏകദേശം കവർ ചെയ്തു. കേരളത്തിലെ ജലസേചന പദ്ധതികളും കേരളത്തിലെ വൈദ്യുത പദ്ധതികളെയും നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം നമ്മൾ കവർ ചെയ്ത മറ്റൊരു മേഖല കേരളത്തിലെ ദേശീയ ജലപാതകളെ കുറിച്ച്, കേരളത്തിലെ വാട്ടർ വേസിനെ കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു. സോ ഇത്രയും മേഖലകൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള റിവിഷൻ നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും മേഖലകളിൽ നിന്നും PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾ പരിചയപ്പെട്ടത്. PSC എക്സാമിന് നടത്തിയ 3 ചോദ്യങ്ങളിൽ നിന്നുമാണ് ഈ 3 മേഖലകളെ നമ്മൾ പരിപൂർണമായിട്ടും റിവിഷൻ ഓറിയന്റഡ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ മറ്റൊരു എക്സാം എക്സ്പ്രസിന്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.